ബിഗ് ബോസ് സീസൺ 7 ഇന്ന് രാവിലത്തെ മോർണിംഗ് ആക്ടിവിറ്റി എന്താണെന്ന് വെച്ചാൽ PR കൊണ്ട് മാത്രം മുന്നോട്ട് പോകുന്നയാളും അല്ലാതെ ഗെയിം കളിച്ച് പ്രേക്ഷക പിന്തുണയോടെ മുന്നോട്ട് പോകുന്നയാൾ ആരാണെന്നും പറയാനായിരുന്നു ടാസ്ക്. അപ്പോൾ PR കൊണ്ട് മുന്നോട്ട് പോകുന്നതെന്ന് ഒട്ടുമിക്ക ആൾക്കാരും പറഞ്ഞത് അനുമോളുടെ പേരാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ അനീഷും ഷാനവാസൊക്കെ ഒന്നും അറിയാത്ത അയ്യോ പച്ച പാവമായിട്ടിരിക്കുന്ന കാണുന്ന കാഴ്ച തന്നെയാണ്. നമ്മളിപ്പോൾ നോക്കിയ പല യൂട്യൂബ് കമൻറ്റ്സും ഇൻസ്റ്റാഗ്രാം കമൻറ്റ്സിൻ്റെയും താഴെ ബംഗാളികൾ കോമണർ അനീഷ് എന്നോ ഷാനവാസ് കി ജയ് എന്നൊക്കെ പറഞ്ഞ് കമൻറ്റ്സ് ഇടുമ്പോൾ നമുക്ക് ശരിക്കും മനസ്സിലാകും ആർക്കാണ് അത്രയും PR ഉള്ളതെന്ന്. അനുമോൾക്കും PR ഉണ്ട്, ഷാനവാസിനും PR ഉണ്ട്, അനീഷിനും PR ഉണ്ട്. അവിടെ PR ഇല്ലാത്ത ആരും ഇല്ല എന്ന് വ്യക്തമാണ്. പക്ഷേ ബിഗ് ബോസ് ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞു, ഒന്നും ചെയ്യുന്നില്ല, അത് ഹൗസിൽ ഒന്നും ചെയ്യുന്നില്ല, എന്നിട്ടും പ്രേക്ഷക പിന്തുണയോടെ അല്ലാതെ PR കൊണ്ട് മാത്രം അവിടെ നിൽക്കുന്ന ആൾ ആരാന്നാണ് ചോദിച്ചത്. അപ്പോൾ എന്തുകൊണ്ട് ഇവർക്കാർക്ക് സാബുമാൻ്റെ പേര് പറയാൻ തോന്നിയില്ല എന്നാണ് എൻ്റെ ഡൗട്ട്. കാരണം സാബുമാൻ അവിടെ ഒരു കുന്തവും ചെയ്യുന്നില്ല, എന്നിട്ടും ഇത്രയാഴ്ച പുള്ളി അവിടെ നിന്നത് എന്തുകൊണ്ട് ഹൗസിൽ ഒരാൾ പോലും ഡൗട്ട് അടിച്ചില്ല, അത് PR ആണ് എന്തുകൊണ്ട് ഇവർക്ക് സംശയം വന്നില്ല? എല്ലാവരും അനുമോളുടെ പുറകെയാണ് പോയത്. ഇതിനകത്ത് പ്രത്യേകം നോട്ട് ചെയ്യേണ്ട ഒരു കാര്യം ലക്ഷ്മി പറഞ്ഞത്, PR പറഞ്ഞതനുസരിച്ചിട്ടാണ് അനുമോൾ ഓരോന്ന് സംസാരിക്കുന്നതും കാണിക്കുന്നതും എന്നൊക്കെ. അതിൽ നിന്ന് തന്നെ വ്യക്തമാണ് ലക്ഷ്മിയുടെ PR എന്താണ് ലക്ഷ്മിക്ക് പറഞ്ഞു കൊടുത്തിട്ടുള്ളതെന്ന്. അതനുസരിച്ചിട്ടാണ് ലക്ഷ്മി ആദിലേക്കും നൂറയ്ക്കും എതിരെ ഒരു കമൻ്റ് അടിച്ചത്. അപ്പോൾ ഇപ്പം അത് മാറ്റി പറയേണ്ടി വന്നത് തന്നെ ഫാമിലി വീക്ക് വന്നിട്ട് നിക്കക്കള്ളി ഇല്ലാതായത് കൊണ്ടാണ്. അപ്പോൾ PR പറഞ്ഞതനുസരിച്ചിട്ട് അവിടെ ഡയലോഗ് അടിച്ചത് ലക്ഷ്മിയാണെന്ന് വ്യക്തമാണ്. അതുപോലെ തന്നെ ബിന്നിക്ക് നൂബി വന്നപ്പോൾ കാര്യങ്ങളൊക്കെ വ്യക്തമായി, അനുമോൾക്ക് പുറത്ത് സപ്പോർട്ടുണ്ടെന്ന് മനസ്സിലായി. അതിൻ്റെ ഒരു ഇത് ബിന്നി ശരിക്കും ഇവിടെ കാണിക്കുന്നുണ്ട്. അനുമോൾ ഒന്നും ചെയ്യാതെ സിമ്പതി പിടിച്ചു പറ്റി ഇവിടെ നിൽക്കുക എന്ന് പറഞ്ഞു. പിന്നെ ആ മറ്റേ ജിസയിലാര്യം വിഷയത്തിൽ ആ കുട്ടി കണ്ടത് കൊണ്ടാണല്ലോ ഉറച്ചു നിൽക്കുന്നതെന്നുള്ള സിമ്പതി വർക്കൗട്ടായി എന്നൊക്കെ ബിന്നി ലക്ഷ്മിയുടെ അടുത്ത് പറയുന്നുണ്ട്. അതിനർത്ഥം നൂബിനെല്ലാം പറഞ്ഞു കൊടുത്തിട്ടുണ്ട് ബിന്നിക്ക് എന്നുള്ളതാണ്. അപ്പോൾ ബിന്നിക്ക് അനുമോൾ മുന്നോട്ട് പോകുന്നതിലുള്ള ഒരു അസൂയ ശരിക്കും നമുക്ക് ഈ ടാസ്കിൽ കാണാൻ പറ്റും. പിന്നെ എല്ലാവരും ഇവിടെ പച്ചപ്പാവങ്ങളായിട്ടാണ് നിൽക്കുന്നത്, ഒന്നും അറിയില്ല. PR എന്ന് വെച്ചാൽ പോലും ഒന്നും അറിയില്ല എന്നുള്ള രീതിയിൽ അനുമോൾ മാത്രമാണ് PR ഉള്ളതും. ഏറ്റവും കൂടുതൽ കോടീശ്വരി അനുമോളാണ്. അപ്പോൾ അനുമോൾ PR പൈസ കൊടുത്ത് മേടിച്ചു എന്നൊക്കെയുള്ള രീതിയിലാണ് പറയുന്നത്. ഈ അവിടെയുള്ള എല്ലാത്തിനും PR ഉണ്ട്. ഈ ഷോയിൽ വരുന്ന എല്ലാ എണ്ണവും PR എടുത്തിട്ടാണ് വരുന്നതെന്ന് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. അനീഷിൻ്റെയൊക്കെ ഇരിപ്പ് കണ്ട എൻ്റെ ദൈവമേ ഞെട്ടിപ്പോവും. അത്രയും ദയനീയമായ ഇരിപ്പാണ്, PR എന്താന്ന് പോലും അറിയാതെ.